കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഐക്യ ഞായർ, എക്യൂമെനിക്കൽ സൺഡേ. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യത എന്നതാണ് ഇന്നത്തെ പഠന വിഷയം. യൂണിറ്റി ഇൻ ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ. ഇന്ന് പ്രധാനമായും 4 വചനഭാഗങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. പഴയ നിയമത്തിൽ നിന്നും ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 4, അതുപോലെ 67-ാം സങ്കീർത്തനം. പുതിയ നിയമത്തിൽ നിന്നും സുവിശേഷ ഭാഗമായ സെയിന്റ് മാർക്ക് ചാപ്റ്റർ 6, അതുപോലെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4. നമുക്ക് ആദ്യമായി 67-ാം സങ്കീർത്തനം ആലപിക്കാം. സകല ജനതകളും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതാണ് അവിടെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമേ, സകല ജാതികളും നിന്നെ സ്തുതിക്കും എന്ന് ഇവിടെ പാടിയിരിക്കുകയാണ്. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവിടെ സേല എന്നുള്ള എബ്രായ വാക്കുണ്ട്. ഇത് മ്യൂസിക്കൽ ഇന്റർലൂഡാണ്. സ്റ്റോപ്പ് ഫോർ എ മൊമെന്റ് ആൻഡ് മെഡിറ്റേറ്റ്, അതാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. എത്ര വലിയ ഒരു അനുഗ്രഹമാണ്, ആശീർവാദമാണ് സങ്കീർത്തനക്കാരൻ നൽകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ, അവൻ്റെ മുഖപ്രകാശം അനുഭവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുക എന്നത് എത്ര മഹത്തരമായ കാര്യമാണ്. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. അവിടെ വീണ്ടും സേല ഉണ്ട്. സ്റ്റോപ്പ് ആൻഡ് മെഡിറ്റേറ്റ്. എന്താണ് നാം മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്? സകല ജാതികളും നമ്മുടെ ദൈവത്തെ സ്തുതിക്കും എന്നുള്ളതാണ്. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ഭൂമിയുടെ അറുതികളൊക്കെയും ഭയപ്പെടുന്നവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ സകല ജാതികളും എന്ന് പറഞ്ഞിരിക്കുന്നത് പീപ്പിൾസ് ആണ്, ഓൾ നേഷൻസ്. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനതകളെല്ലാം ദൈവത്തെ നമസ്കരിക്കും, സ്തുതിക്കും, അവനെ ഭയപ്പെടും. അവൻ ആരാധനയ്ക്കും ബഹുമാനത്തിനും സ്തുതികൾക്കുമെല്ലാം യോഗ്യനാണ്. അവന് കൊടുക്കേണ്ട ആ റെവറൻസ്, അതാണ് ദൈവഭയം എന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അവൻ്റെ പാതയിൽ നടക്കുക, അതാണ് കരണീയമായിട്ടുള്ളത്. മേ ഗോഡ് ബി ഗ്രേഷ്യസ് ടു us and bless us and make his face shine upon us. May your ways be known on earth, your salvation among all nations. May the peoples praise you, O God. May all the peoples praise you. May the nations be glad and sing for joy, for you rule the peoples justly and guide the nations of the earth. May the peoples praise you, O God. May all the peoples praise you. Then the land will yield its harvest, and God, our God, will bless us. God will bless us, and all the ends of the earth will fear him. നമുക്കിനി പഴയ നിയമത്തിൽ നിന്നും ജോഷുവയുടെ പുസ്തകം പഠിക്കാം. ജോഷുവ ചാപ്റ്റർ 4 വേഴ്സസ് 1 to 11. ഈ തിരുവചന ഭാഗത്ത് നാം കാണുന്നത്
യോർദാൻ നദി കടന്നു കയറിയ ഇസ്രായേൽ ജനത്തിൻ്റെ ഐക്യമാണ് യൂണിറ്റി ഇൻ ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ. യോശുവയുടെ ആജ്ഞയനുസരിച്ച് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നുമുള്ള ഓരോരുത്തർ ഐകമത്യത്തോടെ ഒരു പ്രവൃത്തി ചെയ്യുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ യഹോവയാൻ ദൈവം വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയ ആ ചരിത്രം. ആ യാത്രയിൽ അവരെ ആദ്യം നയിച്ചിരുന്നത് മോശയായിരുന്നു. മോശയുടെ നേതൃത്വത്തിലായിരുന്നു ആ ജനം ചെങ്കടൽ കടന്നത്. ചെങ്കടൽ കടന്ന ആ ജനം മരുഭൂമിയിലൂടെ ദീർഘവർഷങ്ങൾ മോശയുടെ നേതൃത്വത്തിൽ സഞ്ചരിച്ചു. ഇപ്പോഴിതാ അവർ കനാൻ നാടിനോട് അടുത്തിരിക്കുന്നു. ഇനി അവർക്ക് കടക്കേണ്ടത് യോർദാൻ നദിയാണ്. ഇപ്പോൾ അവരെ നയിക്കുന്നത് മോശയല്ല, യോശുവയാണ്. കാരണം മോശ മരിച്ചുപോയി. യോർദാൻ നദിയാണെങ്കിൽ കര കവിഞ്ഞൊഴുകുകയാണ്. എങ്ങനെയാണ് അവർക്ക് യോർദാൻ നദി കടക്കുവാൻ കഴിയുക? യഹോവയുടെ സാന്നിധ്യം അവർക്ക് മുന്നമേ പോയിക്കൊണ്ടിരുന്നു. യഹോവയുടെ സാന്നിധ്യമുള്ള ആ നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് ദ കവനന്റ്, അത് ചുമന്നിരുന്നത് ലേവ്യ പുരോഹിതന്മാർ ആയിരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നത്, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. സാരധാന സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം എരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. വലിയൊരു അത്ഭുതമാണ് ഇവിടെ നടന്നത്. ചെങ്കടൽ കടന്നതുപോലെയുള്ള ഒരത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ജനമിതാ യോർദാൻ നദിയും കടന്നിരിക്കുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ ആ നദിയിലെ വെള്ളത്തിൻ്റെ വക്കത്ത് മുട്ടിയപ്പോൾ മേലിൽ നിന്നുള്ള ഒഴുക്ക് നിന്നു എന്നാണ് നാം വായിച്ചത്. വെള്ളം ചിറ പോലെ നിന്നു. തുടർന്ന് വായിക്കാം, ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പീൻ. അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞത്, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടതായ കാര്യമാണ് ഈ യോശുവ ഈ ജനത്തോട് പറയുന്നത്. അവർ ചോദിക്കും, എന്താണ് ഈ കല്ല് എന്ന്.
ഈ ജ്ഞാപകം എന്താണ് എന്നവർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിൻ്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്നവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം, മോണ്യുമെന്റ്. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. ഇവിടെ 2 ജ്ഞാപക സ്തംഭങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ ഇന്നുവരെയും അവിടെയുണ്ട്. മോശ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറയുവാൻ യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു ജനം വേഗത്തിൽ മറുകര കടന്നു. ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണുകെ യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു. ഇവര് വാൻഗാർഡ്സ് ആണ്, മുന്നണി പോരാളികളാണ്. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു. ഏകദേശം 40,000 പേർ യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് എരിഹോ സമഭൂമിയിൽ കടന്നു. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. ഇവിടെ പല കാര്യങ്ങളാണ് യഹോവയായ ദൈവം ചെയ്തിരിക്കുന്നത്. മോശയെ ഇസ്രായേൽ ജനങ്ങൾ മാനിച്ചതുപോലെ തന്നെ ഈ യോശുവയെ മാനിക്കുവാൻ തക്കവണ്ണം യോശുവയുടെ ആജ്ഞ ആ ജനം അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അതിനിടയാക്കി. യോശുവയെ അനുസരിക്കുവാൻ തക്കവണ്ണം ആ ജനം സന്നദ്ധരായി. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും യുദ്ധസന്നദ്ധരായി മുന്നമേ പോയി. ഇതെല്ലാം യോശുവയുടെ ആജ്ഞപ്രകാരമായിരുന്നു. യോശുവയെ എല്ലാവരുടെയും മുമ്പാകെ, എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ യഹോവ വലിയവനാക്കി. ഇവിടെ 2 ജ്ഞാപക സ്തംഭങ്ങൾ സ്ഥാപിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഇസ്രായേൽ ജനം പാളയമിറങ്ങിയ ആ സ്ഥലത്ത് ഒരു ജ്ഞാപക സ്തംഭം സ്ഥാപിച്ചു. അതുപോലെ തന്നെ മഹാത്ഭുതം നടന്ന ആ സ്ഥലത്ത്, അതായത് നിയമപ്പെട്ടകവുമായ പുരോഹിതന്മാർ യോർദാൻ നദിയുടെ നടുവിൽ നിന്ന ആ സ്ഥലത്തും ഒരു ജ്ഞാപക സ്തംഭം ഉണ്ടാക്കി. അത് ഇന്നുവരെ അവിടെ ഉണ്ട് എന്നാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ജനമെല്ലാം വേഗത്തിൽ മറുകര കടന്നു എന്ന് നാം വായിച്ചു. കാരണം അവർ നോക്കിയപ്പോൾ അവരുടെ സൈഡിൽ ഈ വെള്ളമെല്ലാം ഉയർന്ന മല പോലെ നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഇതെല്ലാം കൂടെ തങ്ങളുടെ മേൽ എപ്പോഴാണ് വന്ന് പതിക്കുന്നത് എന്ന് അവർ ഭയപ്പെട്ടു. അതിനാൽ അവർ വേഗത്തിൽ they hurried themselves to cross. ലക്ഷക്കണക്കായുള്ള ജനങ്ങൾ, the entire nation cross within one day. അലഞ്ഞു തിരിഞ്ഞ് മരുഭൂമിയിലൂടെ വർഷങ്ങളായി നടന്നവർ തങ്ങളുടെ അവകാശത്തിലേക്ക് ഇപ്പോഴിതാ കടന്നു വന്നിരിക്കുന്നു. അവരുടെ അലച്ചിലിന് അറുതിയായി. It was the end of their nomadic wandering and the beginning of a life of faith, victory
ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവർ ഒത്തൊരുമയോടെ ഐകമത്യത്തോടെ 2 ജ്ഞാപക സ്തംഭങ്ങൾ പണിതുയർത്തിയതായി നാം ഇവിടെ വായിച്ചു. ഡബിൾ മെമ്മോറിയൽ, ഡബിൾ പ്രൂഫ് ഓഫ് ഗോഡ്സ് പവർ. വൺ ഓൺ ദ റിവർ ബാങ്ക് and the other in the river that marks the exact site of the miracle. എന്തിനായിരുന്നു അവർ ഈ ജ്ഞാപക സ്തംഭങ്ങൾ പണിതുയർത്തിയത്? അതിൻ്റെ കാരണം യോശുവ തന്നെ അവരോട് പറയുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർമ്മപ്പെടുത്തുവാനാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും, ഇതെന്താണ്, എന്താണ് ഈ ജ്ഞാപക സ്തംഭങ്ങൾ? അപ്പോൾ നിങ്ങൾ പറയണം, ദൈവമായ യഹോവ തൻ്റെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളെ ഈ യോർദാൻ നദി കടക്കുമാറാക്കി. അത് ദൈവത്തിന് ഞങ്ങളോടുള്ള സ്നേഹനിമിത്തമായിരുന്നു, ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തമായിരുന്നു. ഇറ്റ് എൻഷുവേഴ്സ് എ മെമ്മറി ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവം എത്രമാത്രം വിശ്വസ്തനാണ്, നമ്മെ എത്രമാത്രം അവൻ സ്നേഹിക്കുന്നു. ഈ കാര്യമാണ് നിങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തേണ്ടത്. മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ് മറവി എന്നുള്ളത്, ഫോർഗെറ്റ്ഫുൾനെസ്. ഈ ജ്ഞാപക സ്തംഭങ്ങൾ പണിയണം എന്ന് ജനത്തോട് പറയുവാൻ യോശുവയോട് ദൈവം കൽപ്പിച്ചത് അതിനു വേണ്ടിയായിരുന്നു. ടു കൗണ്ടർ ആക്ട് ഹ്യൂമൻ ഫോർഗെറ്റ്ഫുൾനെസ്. അതുപോലെ ദിസ് മെമ്മോറിയൽ is a sign to stimulate curiosity in future generations, prompting the retelling of the Red Sea and Jordan incidents. യോർദാൻ കടന്ന ശേഷമാണ് അവർ ജ്ഞാപക സ്തംഭങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് കാണുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം അവരോട് റീറ്റെൽ ചെയ്യുവാൻ ഇടയാക്കും. ഈ നദി മാത്രമല്ല ദൈവം ഞങ്ങളെ കടക്കുമാറാക്കിയത്, അവൻ സമുദ്രം കൂടെ ഞങ്ങളെ കടക്കുമാറാക്കി, ചെങ്കടൽ കടക്കുമാറാക്കി. അവരോട് പറയുമ്പോൾ അക്കാര്യം കൂടെ പറയുവാൻ നിങ്ങൾക്കിടയാകും. നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. The faith of the future generations depends on the active transmission of God's mighty acts by the previous generation. നാം പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും അവരുടെ മക്കളും അതറിയുകയുള്ളൂ. ഇത് തന്നെയാണ് ആസാഫ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നത്. 78-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആസാഫ് പറയുകയാണ്, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ഞാൻ പുരാതന കാര്യങ്ങളെ നിങ്ങളോട് പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച്
എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ഇതിനു വേണ്ടിയാണ് ജ്ഞാപക സ്തംഭങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ജ്ഞാപക സ്തംഭത്തിൻ്റെ പ്രസക്തി ഇതാണ്. ഇത് നാം എപ്പോഴും മനസ്സിലാക്കണം. ആ ജ്ഞാപക സ്തംഭങ്ങൾ അവരുടെ വിജയത്തിൻ്റെ അടയാളം മാത്രമായിരുന്നില്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ മോണുമെൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ലാസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ ആൻഡ് സ്പിരിച്വൽ മോണുമെൻറ്റ്. വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഐക്യത വെളിവാക്കുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗം അടുത്തതായി നമുക്ക് പഠിക്കാം. ഫ്രം ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 6 verses 30 into 44. The apostles gathered around Jesus and reported to him all they had done and taught. Then, because so many people were coming and going that they did not even have a chance to eat, Jesus said to them, "Come with me by yourselves to a quiet place and get some rest." So they went away by themselves in a boat to a solitary place. But many who saw them leaving recognized them and ran on foot from all the towns and got there ahead of them. When Jesus landed, he saw a large crowd. He had compassion on them because they were like sheep without a shepherd. So he began teaching them many things. By this time it was late in the day, so his disciples came to him. "This is a remote place," they said, "and it's already very late. Send the people away so they can go to the surrounding countryside and villages and buy themselves something to eat." But Jesus answered, "You give them something to eat." They said to him, "That would take 8 months of a man's wages. Are we to go and spend that much on bread and give it to them to eat?" "How many loaves do you have?" Jesus asked. "Go and see." When they found out, they said, 5 and 2 fish. Then Jesus directed them to have all the people sit down in groups on the green grass. So they sat down in groups of hundreds and fifties. Taking the 5 loaves and the 2 fish and looking up to heaven, he gave thanks and broke the loaves. Then he gave them to his disciples to set before the people. He also divided the 2 fish among them all. They all ate and were satisfied. And the disciples picked up 12 basketfuls of broken pieces of bread and fish. The number of the men who had eaten was 5,000. കുറെ ആളുകളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യത യേശു ക്രിസ്തുവിന് ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായ വസ്തുതയാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു കേട്ടത്. യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇവിടെ 5000 എന്ന് പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരുടെ സംഖ്യയാണ്. The number of the men who had eaten was 5,000. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംഖ്യ ഇവിടെ ചേർത്തിട്ടില്ല. ഒരു മഹാത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന് ഇടയായത് അവിടെ കൂടി വന്ന ജനങ്ങളുടെ ഐക്യതയും വിശ്വാസത്തോടെയുള്ള പ്രവൃത്തിയുമായിരുന്നു.
ആ ദിവസം യേശുവിനും ശിഷ്യന്മാർക്കും വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കുവാനോ റെസ്റ്റ് എടുക്കുവാനോ ഒന്നും സമയമില്ലായിരുന്നു. അതിനാൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വരുവീൻ, നമുക്കൊരു നിർജ്ജന പ്രദേശത്ത് പോകാം, അവിടെ നിങ്ങൾക്ക് അല്പം റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ അവർ പടക് കയറി ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. ഇത് കണ്ട കുറേ പേർ മറ്റാളുകളോടൊക്കെ പറഞ്ഞ് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ കാൽനടയായി അവിടെ കൂടി. യേശുവും ശിഷ്യന്മാരും അവിടെ ചെല്ലുന്നതിന് മുമ്പായി അവർ അവിടെ ചെന്നു. They ran on foot from all the towns and got there ahead of them. യേശു അവിടെ ഇറങ്ങിയപ്പോൾ ആ പുരുഷാരത്തെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ യേശുവിന് തോന്നി. യേശു അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. സന്ധ്യ വരെ അവർ യേശുവിനോടൊപ്പമായിരുന്നു. ആ സമയം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഗുരു, ഇത് നിർജ്ജന പ്രദേശമാണ്, നേരവും വൈകി, ഈ ആളുകളെ പറഞ്ഞയക്കുക, അവർ എവിടെയെങ്കിലും പോയി ഭക്ഷണ സാധനങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ 8 മാസത്തെ ശമ്പളം പോലും ഈ പുരുഷാരത്തിന് ഭക്ഷണം വാങ്ങിക്കുവാൻ തികയില്ല. അവിടുന്ന് എന്താണ് ഈ പറയുന്നത്? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? How many loaves do you have? Go and see. അവർ അന്വേഷിച്ചു. ഒടുവിൽ അവർ 5 അപ്പവും 2 മീനും ഒരാളുടെ പക്കൽ കണ്ടു. യേശു പറഞ്ഞു, അത് കൊണ്ടുവരിക. ജനങ്ങളെയെല്ലാം 50ഉം 100ഉം വീതമുള്ള പന്തികളായി പച്ചപ്പുൽപ്പുറത്ത് ഇരുത്തുക എന്ന് യേശു പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യേശു 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു. അവർ അത് ജനത്തിന് വിളമ്പി. എല്ലാവരും തിന്ന് തൃപ്തരായി. They all ate and were satisfied. അവർ തൃപ്തരായത് മാത്രമല്ല, 12 കുട്ടകൾ ശേഷിപ്പിക്കുകയും ചെയ്തു. ഒരു മഹാത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. ഇതിന് കാരണമായത് ഐക്യതയോടെ അവർ പെരുമാറിയതാണ്. ഇവിടെ നിന്നോ ഉള്ള ഒരു ആളിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 5 അപ്പവും 2 മീനും, അതുപോലെ പല ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും കടന്നു വന്ന പലതരം ആൾക്കാർ, അവരെല്ലാം യേശുവിനെ ശിഷ്യന്മാരെ അനുസരിച്ചു ഒരുമയോടെ നിന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ ആ 12 പേരും പലരായിരുന്നു. പല സ്ഥലങ്ങളിലുള്ളവർ, പല സ്വഭാവങ്ങളുള്ളവർ, എല്ലാവരും ഒരുമയോടെ നിന്നു. ഇങ്ങനെ വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ആ ജനങ്ങളുടെ ഐക്യതയാണ് അവിടെ മഹാത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം യേശുവിനിടയാക്കിയത്. നാം ഇതുപോലെ വിശ്വാസത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഐക്യതപ്പെട്ടാൽ, ഒരുമനപ്പെട്ടാൽ, നമ്മുടെ ഇടയിലും അത്ഭുതങ്ങൾ നടക്കും. അതാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു സഭ ആവിർഭവിച്ച അതിൻ്റെ ശൈശവഘട്ടത്തിൽ അപ്പോസ്തലന്മാരും വിശ്വാസികളും വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഐക്യതയുള്ളവരായിരുന്നതിനാൽ, ഒരു മനസ്സുള്ളവരായിരുന്നതിനാൽ അവരുടെ ഇടയിൽ മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന്
നമ്മെ പഠിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ 4 വേഴ്സസ് 32 to 37. All the believers were one in heart and mind. No one claimed that any of his possessions was his own, but they shared everything they had. With great power, the apostles continued to testify to the resurrection of the Lord Jesus, and much grace was upon them all. There were no needy persons among them, for from time to time, those who owned lands or houses sold them, brought the money from the sales, and put it at the apostles' feet, and it was distributed to anyone as he had need. Joseph, a Levite from Cyprus, whom the apostles called Barnabas, which means son of encouragement, sold a field he owned and brought the money and put it at the apostles' feet. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. ഇത് സഭയുടെ ആവിർഭാവമാണ്, ശൈശവ കാലഘട്ടമാണ്. വിശ്വാസികൾ വളരെ കുറവായിരുന്നു. പുറമേ നിന്നും ധാരാളം ഉപദ്രവങ്ങളും പീഡകളും ഇവർക്ക് നേരിടേണ്ടി വന്നുമിരുന്നു. അവർ ഒരുമനപ്പെട്ട് കൂടിയിരുന്നു, ആരാധിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു. അതുപോലെ അവരെല്ലാം പൊതുവക എന്ന് എണ്ണിയിരുന്നു. ഇവിടെ കാണുന്നത് എക്കാലത്തെയുമുള്ള ഒരു വിഷയമല്ല. ഇത് അന്നത്തെ കാലത്തെ കാര്യമായിരുന്നു. പക്ഷേ എക്കാലത്തും ഉള്ള, എക്കാലത്തും അനുവർത്തിക്കേണ്ട, എക്കാലത്തും വേണ്ട എ ടൈംലെസ് ബൈൻഡിങ് ഒബ്ലിഗേഷൻ അവിടെയുണ്ട്. അതാണ് കെയർ ഫോർ ദ നീഡി, കെയർ ഫോർ ദ പുവർ. അതാണ് ഈ വചനഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം പഠിക്കേണ്ടത്. നമുക്കുള്ളത് ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കുക. ആവശ്യഭാരവുമായി നമ്മെ സമീപിക്കുന്നവന് നാം കൊടുക്കുക. നമ്മുടെ അടുത്ത് ഒരു ആവശ്യക്കാരൻ ഉണ്ടാകാതെ നാം നോക്കണം. അതാണ് എക്കാലത്തെയും നാം അനുവർത്തിക്കേണ്ട മാർഗം. പ്രിയ സഹോദരങ്ങളെ, എക്യൂമെനിക്കൽ സൺഡേ ആയി നാം ഇന്ന് ആചരിക്കുമ്പോൾ നാം വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഏക മനസ്സുള്ളവരായി, ഐക്യതയുള്ളവരായി തീരേണ്ടതാണ്. അവിടെ മാത്രമേ ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും സമാധാനവും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ഓ ഹൗ ഗുഡ് ഇറ്റ് ഈസ് when the family of God dwells together in spirit, in faith and unity, where the bonds of peace, of acceptance and love are the fruit of His presence among us. നമുക്ക് പാടാം. Oh, how good it is when the family of God dwells together in spirit, in faith and unity, where the bonds of peace, of acceptance and love are the fruit of His presence here among us. So with one voice we will sing to the Lord, and with one voice we will live out His word till the whole earth sees.
and with one voice we will live out His word till the whole earth sees. The Redeemer has come, for He dwells in the presence of His people. Oh, how good it is to embrace His command, to prefer one another. Forgive us, He forgives. When we leave us one, we all share in the love of the Son with the Father and the Spirit. So with one voice we will sing to the Lord, and with one voice we will live out His word till the whole earth sees. The Redeemer has come, for He dwells